ഹേ ഗായ്സ്, എല്ലാവരും സന്തോഷിച്ചിരുന്ന വ്ളോഗ് അങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, സെൽഫി സ്റ്റിക്ക്. ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആ സെൽഫി സ്റ്റിക്ക് കഴിഞ്ഞ ദിവസം പണിമുടക്കി. അപ്പോൾ അതിന് പകരം പുതുതായിട്ടൊരു സെൽഫി സ്റ്റിക്ക് എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഗൈസ് ചെയ്യേണ്ട ഇങ്ങനത്തെ നമുക്കൊരു പെട്ടിയിലാണ് ഇങ്ങനെ നമ്മുടെ റിയൽമിയുടെ ആ ഒരു സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫീച്ചറുകളൊക്കെ ഇവിടെ ബാക്കിൽ എഴുതിയിട്ടുമുണ്ട്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് പറയുന്നത് ബ്ലൂടൂത്ത് കണക്ഷനാണ് 5.1. പിന്നെ അതിൻ്റെ ലെങ്ത്ത്, റിമോട്ട് വെച്ച് കണക്ട് ചെയ്യുമ്പോഴുള്ള ലെങ്ത്ത്, പിന്നെ അതിൻ്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെങ്ത്ത്, പിന്നെ റൊട്ടേറ്റിങ്, അതേപോലെ ട്രൈപോഡ് ഉള്ളതും, റിമോട്ട്, പിന്നെ അതിൻ്റെ വെയിറ്റൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അധികം ഇത് സമയം കളയാണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിനകത്ത്. ഓക്കെ, അപ്പോൾ സൈഡിലൊക്കെ റിയൽമിയുടെ ആ ഒരു ബ്രാൻഡിങ് നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പെട്ടി ഒന്ന് പൊട്ടിക്കണം. കത്രിക കാണുന്നുണ്ട്. പിന്നെ പെട്ടി ഒന്ന് നമുക്ക് പൊട്ടിക്കാം. ഓക്കെ, പെട്ടി ഇതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള കളർ ഒരു കാർഡ്ബോർഡ് പീസ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഊരിക്കഴിഞ്ഞ് തേണ്ട ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നമ്മുടെ സെൽഫി സ്റ്റിക്ക് നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. ഞാൻ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ തുറക്കുക? ഇപ്പുറത്തുനിന്ന് ഇതിങ്ങനെ തുറന്നതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുക്കാൻ പറ്റും. കണ്ടോ? അതെ, മാറ്റി. ഇതാണ് നമ്മുടെ സാധനത്തിൻ്റെ മോനെ. അതിൻ്റെ ഒപ്പം ഇങ്ങനത്തെ ഒരു ഗൈഡ് വരുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ യൂസർ മാനുവൽ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ വാറണ്ടി കാർഡും ഉണ്ട്. ഇപ്പോൾ പിന്നീട് വായിച്ചു നോക്കാം. ഇപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഓരോ ഫങ്ഷനിലേക്ക് പോകാം. അപ്പോൾ അതെ, ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. തുറന്നിട്ട് അങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോക്കാവും. നമുക്ക് തിരിച്ചാൽ മതി, വെറുതെ ലോക്കാവും. ഇതാണ് നമ്മുടെ ഫോൺ ഹോൾഡർ. ഇതിനകത്താണ് നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് ആ ഒരു ഇത് ഹോൾഡർ തിരിക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഒരു ഇതാണ് റിമോട്ട് ഒരു ബട്ടൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് ഓണായി കിട്ടും. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ലൈറ്റ് ഓൾറെഡി കത്തി കിടക്കുന്ന കാരണം ആ ബ്ലിങ്കിങ് ലൈറ്റ് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്കത് വീണ്ടും ഓഫാക്കി വയ്ക്കാം. ഓക്കെ, ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്കത് റിമോട്ട് പോലെ ഊരിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു കോയിൻ ഷേപ്പ്ഡ് വട്ടത്തിലുള്ള ഒരു ബാറ്ററിയാണ്. ഇപ്പോൾ റീചാർജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം ഉറപ്പായി. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു വയ്ക്കും. ഇതിൻ്റെ സെറ്റപ്പ് എന്തായാലും കൊള്ളാം. നമ്മുടെ സെൽഫി സ്റ്റിക്കിലേക്ക് തന്നെ വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കി നോക്കാം. ഏകദേശം 60 സെൻറ്റിമീറ്റർ എന്നാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കണമല്ലോ. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രൈപോഡിൻ്റെ ആ ഭാഗം അടിയിലാണ്. അപ്പോൾ അതെ, ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അടിയിൽ ഞെക്കി കൊടുത്ത് തന്നെ അത് ഓപ്പണായി വരും. പിന്നെ നമുക്ക് ഇതിങ്ങനെ വയ്ക്കാൻ പറ്റും. അൺബോക്സിംഗ് ഒക്കെ ചെയ്തു. ഇത് കണ്ടില്ലേ, ഇതാണ് സാധനം. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഫീച്ചേഴ്സ് കുറച്ചുണ്ട്, അത് പറയാം. ഫീച്ചറുകളിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷനാണ്. ബ്ലൂടൂത്ത് വെർഷനിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 5.1 ആണ്. അതായത് ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് ബ്ലൂടൂത്തിൻ്റെ. പിന്നെ വരുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. വെയിറ്റ് എന്ന് പറയുന്നത് 162.5 ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫോൺ ഹോൾഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 360 ഡിഗ്രി ആംഗിളിൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതിൻ്റെ മെറ്റൽ ആ ഒരു റോഡ് എന്താ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ റോഡിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലോയ് ആണ്, മെറ്റൽ അലോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ള ഒരു സെൽഫി സ്റ്റിക്കറിനെ അപേക്ഷിച്ച് ഇതിനൊപ്പം നമുക്ക് ഇൻബിൽറ്റ് ട്രൈപോഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ ആണ്, അത് ഏകദേശം 1 മീറ്റർ 60 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു റിമോട്ട് കൺട്രോളാണ് വരുന്നത്. നമുക്ക് 10 മീറ്റർ റേഞ്ചിൽ നമുക്ക് ഇത് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി റീചാർജബിൾ അല്ല, നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. നമുക്ക് കടകളിൽ നിന്ന് കിട്ടും, ഇലക്ട്രോണിക്സ് ഷോപ്പിൽ നിന്ന് നമുക്ക് അതിൻ്റെ ബാറ്ററി കിട്ടും. അത് റൗണ്ട് കോയിൻ ഷേപ്ഡ് ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഇത് വെച്ച് വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിവ്യൂ പറയാം. നിങ്ങൾക്ക് തന്നെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ആ ഒരു യൂസേജും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ എങ്ങനെയായിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ട്രൈപോഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു മാഷിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ റിവ്യൂ പറയുകയാണെങ്കിൽ സെൽഫി സ്റ്റിക്കിൽ ഏറ്റവും നല്ലൊരു സെൽഫി സ്റ്റിക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇൻബിൽറ്റ് ക്വാളിറ്റി ആണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു ട്രൈപോഡൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ. ആകെയുള്ള ഒരു നെഗറ്റിവിറ്റി എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. സ്റ്റെബിലൈസേഷൻ അത്ര പോരാ, നമുക്ക് പിടിച്ച് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഇളക്കുന്നുണ്ട്. ഇളക്കം വരാൻ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹോൾഡർ ഇരിക്കുന്നത് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫോൺ പിടിച്ചൊന്ന് ചെറുതായിട്ട് അനക്കുമ്പോൾ തന്നെ ഇതൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ആടും. ആ ഒരൊറ്റ പ്രശ്നമാണ് എനിക്ക് ഇന്നത്തെ പെട്ടെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ വരുന്നത് ഇതിൻ്റെ ബാറ്ററി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റിമോട്ടിൻ്റെ ഈ ചെറിയ റിമോട്ടിൻ്റെ ബാറ്ററിയാണ്. ഇത് ഇങ്ങനത്തെ ഒരു കോയിൻ ഷേപ്ഡ് ആയിരുന്നില്ലെങ്കിൽ ഇത്തിരി കൂടി നന്നായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒരു ഷൂട്ടിങ്ങിന് പോണ സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ ചാർജ് തീർന്നു പോയി തന്നെ വെക്കി നമ്മളിനി വേറെ പോയി വാങ്ങണം. പിന്നെ ഇതിൻ്റെ ചാർജ് അറിയാനുള്ളൊരു ഇതുമില്ല. അപ്പോൾ ഇതൊരു പക്ഷേ ഒരു റീചാർജബിൾ ആയിരുന്നു, അഥവാ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി ആയിരുന്നെങ്കിൽ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയേനെ. അതുകൊണ്ട് ഇത് റീചാർജബിൾ അല്ല, ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ വില ഇത്തിരി കൂടുതലാണ്, 1500 രൂപയാണ് ഇത് വാങ്ങിക്കുമ്പോൾ ഒരു റേറ്റ്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഇത്തിരി കൂടി റേറ്റ് കുറവാണ്. പുറത്തുനിന്ന് ആവശ്യമായതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് ഇത്തിരി കൂടി. പക്ഷേ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇതാണ്, ഓഫറിൽ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് നമ്മൾ റേറ്റിംഗ് പറഞ്ഞില്ലേ, അപ്പോൾ റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 4.5 അല്ലെങ്കിൽ 4. ആ ഒരു ഔട്ട് ഓഫ് 5 നമുക്ക് 4ന് 4.5 കൊടുക്കാം. അത്രയും ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാലും അത്ര മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൂടെയാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പം ഇനി ഇതിന് നല്ല വീഡിയോ എടുത്ത് വീണ്ടും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ഗുഡ് ബൈ.